ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. 2025 ഫെബ്രുവരി 18 ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പരീക്ഷ 30/2024 എന്നുള്ളതാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള തീയതി ഇന്നലെ അവസാനിച്ചു. അതിന് പ്രകാരം 14,162 പേര് നിലവിൽ കൺഫർമേഷൻ നൽകിയിട്ടില്ല. ഓക്കെ, നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ. യെസ്, സാധാരണ രീതിയിൽ കേരള PSC 2 എക്സാം കലണ്ടർ അവർ റിലീസ് ചെയ്യും. ഒന്ന്, കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് സിലബസ് ഏത് രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എക്സാം കലണ്ടർ. അതായിരുന്നു ഇത്. അതിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ കൊടുത്തു. ഇതാണ് പരീക്ഷയുടെ തീയതി കേട്ടോ. 18/2/2025 ചൊവ്വാഴ്ചയാണ്. അതൊരു വർക്കിംഗ് ഡേ ആണ്. മിക്കവാറും പരീക്ഷ ഉണ്ടാവുക രാവിലെ 7:15 AM ആയിരിക്കും. ഓക്കെ, ഈ സമയത്ത് നടക്കാനാണ് സാധ്യത. നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാൻ 12/12/2024 വരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ തീയതി അവസാനിച്ചു അല്ലേ. അതിന് പ്രകാരം അപ്ലൈ ചെയ്തവരുടെ എണ്ണം 38,270 ആയിരുന്നു. ഇനി കൺഫർമേഷൻ നൽകിയതിന് ശേഷം അവർ പുതിയൊരു എക്സാം കലണ്ടർ ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് കൺഫർമേഷൻ അവർ റിലീസ് ചെയ്യും. അതിന് പ്രകാരം കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം 24,108 കേട്ടോ. ഏകദേശം 40% ആൾക്കാർ കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന മാക്സിമം ആൾക്കാരുടെ എണ്ണം 24,000 ആണ് അല്ലേ. ഇനി ഇത്രയും ആൾക്കാർ എഴുതുമോ? ഇല്ല, അതിന് സാധ്യത കുറവാണ്. ഇതിൻ്റെ ഒരു 60 to 70% ആൾക്കാരൊക്കെ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ. പൊതുവെയുള്ള ടെക്നിക്കൽ എക്സാമൊക്കെ അങ്ങനെ തന്നെയാണ്. അറൗണ്ട് ഒരു 60% ആൾക്കാരൊക്കെ ഇപ്പം എഴുതുന്നുള്ളൂ. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നിങ്ങളുടെ എക്സാം ഹാളിൽ എത്ര പേരുണ്ടായിരുന്നു. 20 പേരുള്ള എക്സാം ഹാളിൽ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോഴൊക്കെ ഒരു 10, 12, മാക്സിമം ഒരു 14 പേരൊക്കെ എക്സാം ഹാളിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിന് പ്രകാരം ഇതിൻ്റെ ഒരു 70% ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ ടൈം നോക്കിയേ. ടൈം എപ്പോഴാണ്? 18/2/2025 ചൊവ്വാഴ്ച 7:15 മുതൽ 9:15 വരെ അല്ലേ. യെസ്, അപ്പോൾ രാവിലത്തെ സമയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാരൊക്കെ മാത്രമേ അത്രയും രാവിലെ എഴുന്നേറ്റ് പോയാൽ സാധ്യതയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ വീണ്ടും കുറയും. ഈ രീതിയിൽ കുറയാൻ കാരണമെന്ന് പറയുന്നത് IAയുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ കുറച്ച് പേരെങ്കിലും പഴയ ഓൾഡ് സിലബസ് പ്രകാരം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ സിലബസ് മാറ്റം ചിലരെയൊക്കെ ഈ ഒരു എക്സാം എഴുതുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ പേരൊക്കെ വീണ്ടും ഇത് പഠിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പഠിച്ചവരുണ്ട്. അവർക്കൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ADൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ഏകദേശം അതേ സിലബസ് ആണല്ലോ. മാനേജ്മെൻറ്റ് ടോപ്പിക് ഇല്ല എന്നല്ലേ ഉള്ളൂ. അപ്പം AD എഴുതിയ മിക്കവാറും ആൾക്കാർ ഇത് എഴുതുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ കുറയാഞ്ഞത് അല്ലേ. അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഏകദേശം ഇത്ര ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി പഴയ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റ്, പഴയ ലിസ്റ്റ്, നിലവിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. ഡിസംബർ 8 വരെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പ്രകാരം 68 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 4 ഒരു 3 NJD വേക്കൻസി കൂടി പോയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ആവുകയാണ്. എന്നാൽ എക്സ്പയർ ആവുന്നതിന് മുമ്പ് എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രയും വേക്കൻസികൾ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ. യെസ്, ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്